ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. സ്വാഗതം. മലാപ്പറമ്പ് സ്കൂൾ ജൂൺ 8-ന് മുമ്പ് അടച്ചുപൂട്ടാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ വീഴ്ച പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ 4 ഉദ്യോഗസ്ഥരെയും കേസിൽ കക്ഷി ചേർത്തു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തടസ്സങ്ങൾ നീക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇതിനായി ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന DGP, ജില്ലാ കളക്ടർ, കമ്മീഷണർ എന്നിവരെയാണ് കക്ഷി ചേർത്തത്. സ്കൂൾ പൂട്ടാൻ തടസ്സം നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കോടതി വിധികൾ ലംഘിക്കുന്നത് നിയമവാഴ്ചയ്ക്കെതിരാണെന്നും കോടതി നിരീക്ഷിച്ചു. ജൂൺ 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിൽ സ്വീകരിച്ച കോടതിയലക്ഷ്യ കേസാണ് പരിഗണിക്കുന്നത്. കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിന് സർക്കാരിനെയും കോടതി നിശിതമായി വിമർശിച്ചു. സ്കൂൾ പൂട്ടാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. മീഡിയ 1 കൊച്ചി. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന് സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ്. ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ ഉപരോധം തുടരുകയാണ്. അതിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. കോടതി വിധി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കോടതി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കും. പക്ഷെ അതിനെ ചെറുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ടല്ലോ. ഒരു തലക്കൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്ന അന്ത്യശാസനം നൽകി ഹൈക്കോടതി. മറുതലക്കൽ ഏത് നീക്കങ്ങളെയും ചെറുക്കുമെന്ന ശാഠ്യവുമായി സ്കൂൾ സംരക്ഷണ സമിതിയും. അതിനിടയിൽ ഒരു സ്കൂളും അതിനു മുകളിൽ മാറ്റേണ്ടതോ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ആയ വിദ്യാഭ്യാസ നയങ്ങളും. ഈ സാഹചര്യത്തിലാണ് ഡീപ് ഫോക്കസ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പൂട്ടേണ്ടതാരെ എന്ന വിഷയമാണ് ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം പ്രദീപ് കുമാർ MLA ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ജയദീപ്, സ്കൂൾ സംരക്ഷണ സമിതി കൺവീനർ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ചേരും. നാസർ എടരിക്കോട്, പ്രൈവറ്റ് എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ് അദ്ദേഹം ന്യൂസ് ഫ്ലോറിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥിനെയും ചർച്ചയിൽ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജയദീപ്, ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു വിധി വരാനില്ല. ഇനി സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി മാത്രമേ വരാനുള്ളൂ. ഹൈക്കോടതി വിധിയിൽ തന്നെ ഒരു അന്ത്യശാസനം നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ സംരക്ഷണ സമിതിയുടെ പ്രതികരണത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു ഏത് നീക്കങ്ങളെയും ചെറുക്കും എന്ന്. എങ്ങനെയാണ് ഈ ഹൈക്കോടതി വിധിയെ പോലും നിങ്ങൾക്ക് ചെറുക്കാനാകുക? ഇനി ഏത് രീതിയിലാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഈ വിധി ശരിയായിട്ടുള്ള രീതിയിലല്ല അഡ്രസ്സ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അതായത് ഈ ഇങ്ങനെ ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കേരള വിദ്യാഭ്യാസ നിയമത്തിലെ 7-6 വകുപ്പ് പ്രകാരം ഒരു വ്യാഖ്യാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെക്കൊണ്ട് എന്താ വരുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അങ്ങോളമുള്ള എയ്ഡഡ് സ്കൂളുകൾ പൂട്ടപ്പെടും എന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുകയാണ്. ഇത് എന്താ വെച്ചാൽ ഈ മാനേജ്മെൻറ്റിൻ്റെ അസോസിയേഷനും ഇവരും എല്ലാവരും കൂടി ഒരു കോക്കസ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ഇത്തരത്തിലൊരു കോടതിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു വാദങ്ങളും ഹൈക്കോടതി പരിഗണിച്ചില്ല എന്ന് വേണം കരുതാൻ. ശ്രീ ജയദീപ്, തീർച്ചയായിട്ടും കോടതിയെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനങ്ങളാണ്. ആ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രൊവിഷൻ, അതായത് ആക്ടിൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മാനേജർക്ക് അതായത് 1 year നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂട്ടാം എന്നുള്ള ഒരു ഇതാണ്. പെർമിഷൻ പോലും വേണ്ട. പക്ഷേ അതിൽ തന്നെ റൂൾസിൽ പറയുന്നത് എന്താ വെച്ചാൽ 24 റൂളിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ DDയുടെ പെർമിഷൻ ആവശ്യമുണ്ട് എന്നുള്ള നിലക്കാണുള്ളത്. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. റൂൾസിൽ ഇങ്ങനെ പറയുക, ആക്ടിൽ ഇങ്ങനെയും പറയുന്നതിൻ്റെ ഒരു അപാകത, അത് ശരിക്കും നിയമം നിർമ്മിച്ചതിൻ്റെ ഒരു അപാകതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലാപ്പറമ്പ് സ്കൂളിൻ്റെ മാത്രമല്ല, പൊതുവെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ശരിയാണ്. പൊതുവിഷയങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. പ്രദീപ് കുമാർ MLA കൂടി ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ പ്രദീപ് കുമാർ MLA, നേരത്തെ അഡ്വക്കേറ്റ് ജയദീപ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. മാനേജറുടെ ഹർജിയിൽ അദ്ദേഹം പറയുന്നത് സ്കൂളിൽ കുട്ടികളില്ല, സാമ്പത്തികമായി നഷ്ടം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയമുണ്ട്,
ആദായകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നയവുമുണ്ട്. അതിനപ്പുറത്ത് ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ത്യശാസനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? താങ്കൾ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇടപെട്ട ഒരാൾ കൂടിയാണ്. സബ്മിഷൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ. ഇനി എന്താണ്? പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇക്കാര്യത്തിൽ? അല്ല, ഈ പഠനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കഴിഞ്ഞ സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാടാണ് ഇതിനകത്തുള്ളത്. ഈ മാനേജറുടെ ഇംഗിതത്തിന് വിധേയമായിട്ട് കാര്യങ്ങൾ ചെയ്തു. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ LDF സർക്കാരിന്റെ മുമ്പാകെ ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ അനുമതിക്കായിട്ട് ഈ മാനേജർ വന്നിരുന്നു. അന്ന് അനുമതി കൊടുത്തില്ല. UDF സർക്കാർ വന്നിട്ട് ആദ്യം അവർ വീണ്ടും അനുമതി ചോദിച്ചെങ്കിൽ ആദ്യം കൊടുത്തില്ല. പിന്നീട് ഇവരെ ഒരു DD, ഇദ്ദേഹത്തിന്റെ മാനേജറുടെ ബന്ധുവായിട്ട് ഒരു DD ഉണ്ടാക്കി കൊടുത്തൊരു കള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട് സ്കൂൾ കംപ്ലീറ്റ് എടുത്തു പോവുകയാണ്, പിന്നെ കെട്ടിടം ഉണ്ടാക്കാൻ സ്ഥലമില്ല എന്നൊക്കെയുള്ള കള്ള റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് വെച്ചുകൊണ്ടാണ് സ്കൂൾ പൂട്ടാൻ ഉത്തരവ് കൊടുക്കുന്നത്. നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഇത് പുനഃപരിശോധിക്കാം നിങ്ങൾ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ. അപ്പോൾ പുനഃപരിശോധിക്കൂ എന്ന് വന്നപ്പോഴാണ് ഇദ്ദേഹം ബുൾഡോസർ വെച്ച് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ദിവസം രാത്രി ഇതിനെ തകർത്ത് കളഞ്ഞു. പിന്നീട് ജനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അത് പുനർനിർമ്മിക്കുന്നത്. പണം പിരിച്ചും എല്ലാം കൂടെ MLA ഫണ്ടൊക്കെ അതിനകത്ത് ലബോറട്ടറിയും പിന്നെ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്ന് ഏറ്റവും സൗകര്യമുള്ള ഒരു പ്രൈമറി സ്കൂളാണ്. മാനേജർ ഓരോ വർഷവും സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് വന്ന് സ്കൂൾ പൂട്ടാൻ പോവുകയാണ്, ഇത് പൊളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ടാണ് കുട്ടികളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷം പിന്നെയും കുട്ടികൾ കുറച്ച് വന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടായി. നന്നായി നടക്കുന്ന ഇത്രയും സൗകര്യങ്ങളുള്ള ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു സ്കൂൾ ഇപ്പോൾ വേറെ ഇല്ല. അപ്പോൾ ആ സ്കൂൾ ഇദ്ദേഹം പിന്നെ കൂട്ടിക്കിട്ടാൻ വേണ്ടി വീണ്ടും കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പോൾ സർക്കാർ പറയേണ്ട കാര്യങ്ങൾ സർക്കാർ പറഞ്ഞില്ല. സർക്കാർ യഥാർത്ഥത്തിൽ നാടിനും ജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള വാദഗതികൾ നിരത്തേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ മാനേജറുടെ അഭിഭാഷകരുമായിട്ട് ഒത്തുകളിച്ചിട്ടാണ് ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ ഈ മാനേജർക്ക് അനുകൂലമായ വിധി വരുന്നത്. അപ്പൊ അതിനിടയിൽ തന്നെ സർക്കാർ വീണ്ടും ഇത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കി. ആ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ പുതിയ ഗവൺമെന്റിന് ചെയ്യേണ്ടതെന്നാണ് ആ ഉത്തരവ് പിൻവലിക്കുക. ഇതിന് വലിയ അപ്പീൽ സാധ്യതയുണ്ടോ എന്ന് നോക്കുക. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. സമാന സ്വഭാവമുള്ള ചില കേസുകളിൽ സുപ്രീം കോടതി ഇതേപോലെ നമ്മുടെ ഈ UDF ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വൺ സൈഡ് വിധികളൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ നേരത്തെ ജയദീപ് പറഞ്ഞ എഡ്യൂക്കേഷൻ റൂളിലുള്ള ഭേദഗതി കൊണ്ടുവരുന്ന കാര്യം, ആക്ടിലെ ഭേദഗതിയുടെ കാര്യം ഉൾപ്പെടെയുള്ള അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കുക, സ്കൂൾ ഏറ്റെടുക്കുക, അക്വയർ ചെയ്യുക എന്നതാണ് അവർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഏത് തലം വരെയും പോയി ഇത് സംരക്ഷിക്കണം. ഇത് സംരക്ഷിക്കേണ്ടതിന്റെ ഇത് മുഴുവൻ എല്ലാ പാതകവും ചെയ്ത് കഴിഞ്ഞ ഗവൺമെന്റാണ്. അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഈ ഗവൺമെന്റാണ്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറം സ്കൂൾ സംരക്ഷിക്കുകയാണ് ഗവൺമെന്റ് നയമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നതിന് വേണ്ടി ആളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ടെലിഫോൺ ലൈനിൽ തുടരണം താങ്കൾ. അഡ്വക്കേറ്റ് ജയദീപ്, രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, സർക്കാരിന് ഏറ്റെടുക്കാം. സർക്കാരിന് ഏറ്റെടുക്കണമെങ്കിൽ കടമ്പകളുണ്ട്. നിയമപരമായി അതിന് അനുമതി ലഭിക്കണം. പിന്നീട് ധനവകുപ്പിന്റെ അനുമതി ലഭിക്കണം. അങ്ങനെ കടമ്പകളുണ്ട്. അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഏറ്റെടുക്കാം. ഈ രണ്ടിൽ ഏത് വേണം എന്നാണ് ഇപ്പോൾ സ്കൂൾ സംരക്ഷണ സമിതിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ഉന്നയിക്കാനുള്ളത്? അതോടൊപ്പം സ്കൂൾ ലാഭകരമാണെന്ന് പ്രദീപ് കുമാർ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഏറ്റവും ഒടുവിൽ ഈ അധ്യയന വർഷവും വളരെ ചെറിയ തോതിലുള്ള വളരെ ചെറിയ സംഖ്യ കുട്ടികൾ മാത്രമേ ഇപ്രാവശ്യവും അഡ്മിഷൻ നേടിയിട്ടുള്ളൂ എന്നാണ് അറിവ്. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം 25-ൽ പരം കുട്ടികൾ അതായത് ഇതിലേക്ക് സ്കൂളിൽ അഡ്മിഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ പ്രതികൂല സാഹചര്യത്തിലാണെന്നുള്ളതും കൂടി ഓർക്കണം. കാരണം ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടി ഒരു സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് ആണ് എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ എന്താ വെച്ചാൽ ഈ സ്കൂളിൻ്റെ ഒരു അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പാരൻസ് കുട്ടികളെ അവിടെ കൊണ്ട് ചേർത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യാണ്. മാനേജറുടെ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. മാനേജർ എപ്പോഴും എന്താ വെച്ചാൽ അഡ്മിഷൻ്റെ സമയത്താണ് ഇത്തരത്തിലുള്ള പ്രൊവക്കേഷനുമായിട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും പാരൻസിന് അവേഴ്സ് ഉണ്ടാവും. എനിവേ അതൊന്നും ഇപ്പോൾ നിലവിൽ എന്താ വെച്ചാൽ അൺഎക്കണോമിക്കൽ എന്ന നിലയിലുള്ള ഒരു സാഹചര്യം. അഡ്വക്കേറ്റ് ജയദീപ്, ഈ മാനേജർ ഹൈക്കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂൾ സംരക്ഷണ സമിതി എന്ന രീതിയിലെങ്കിലും അദ്ദേഹത്തിന്റെ വാദങ്ങളെ എതിർക്കാൻ, ഈ പറയുന്ന വാദങ്ങളെല്ലാം നിരത്തി അദ്ദേഹത്തെ എതിർക്കാൻ പോലും സ്കൂൾ സംരക്ഷണ സമിതിക്ക് കഴിയാഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകേണ്ടി വന്നത്? അല്ലല്ല, അത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ട്.
ഞങ്ങൾ ഈ ഓർഡറിൻ്റെ എതിരെ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഗവൺമെൻറ്റാണ് ശരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള പാർട്ടി, ഗവൺമെൻറ്റാണ് അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ. പക്ഷേ ഞങ്ങൾ എന്താ വെച്ചാൽ ഗവൺമെൻറ് പോകുന്നില്ല എന്ന് കണ്ട സമയത്ത് PTA അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് പണം ചിലവാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ അതിന് അപ്പീൽ പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഭാരിച്ച ചിലവ് വരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ അതിൽ നമ്മളെ വക്കീലിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാൻ പോലും കോടതികൾ തയ്യാറായിട്ടില്ല എന്നുള്ളത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്താ ലോക്കൽ സ്റ്റാൻഡിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കുട്ടികളെ ഭാവി ആലോചിച്ചിട്ടെങ്കിലും ഇതിൽ തിരുത്തം എന്നുള്ള അഭ്യർത്ഥന കോടതി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ ഗവൺമെൻറ് ലുക്കൗട്ടാണ്. അതിലെന്താ വെച്ചാൽ 2009 അപ്ലൈ ചെയ്തൂടെ ഗവൺമെൻറ് കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാദം ആണ് കോടതിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കൂൾ അൺഎക്കണോമിക്കലാണെങ്കിൽ ഞങ്ങളെ തൊട്ടടുത്ത് വെള്ളിമാട് കുന്നുള്ള സ്കൂളൊക്കെ ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും നിലനിന്ന് പോവുകയാണ്. ഇത് ഒരു കുട്ടിയാണെങ്കിലും രണ്ട് കുട്ടിയാണെങ്കിലും സ്കൂൾ പൂട്ടുകയാണെങ്കിൽ പൂട്ടിക്കോട്ടെ എന്നുള്ള ആളാണ് ഞാൻ. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ അങ്ങനത്തെ ഒരു കേസില്ല. മലപ്പുറം സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു എന്നുള്ള ഒരു ഇഷ്യൂവേ ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ കുട്ടികൾ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഈ 2 കൊല്ലം മുന്നേയുള്ള സാഹചര്യത്തിനെക്കാളും എത്രയോ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ എമ്യൂണിറ്റീസും ഒക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. വ്യക്തമാണ് അഡ്വക്കേറ്റ് ജയദീപ്. ഈ അർത്ഥത്തിൽ, പൊതുവായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തുടർന്നു വരുന്ന തെറ്റായ നയങ്ങളുടെ ഇര കൂടിയാണ് മലാപ്പറമ്പ് സ്കൂൾ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. നമ്മോടൊപ്പം നാസർ എടരിക്കോട് കൂടി ചേരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഡി ഫോക്കസിലേക്ക്. ശ്രീ നാസർ എടരിക്കോട് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. പ്രൈവറ്റ് എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ശ്രീ നാസർ, താങ്കൾക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു സ്കൂൾ ആദായകരമാണ് അല്ലെങ്കിൽ ആദായകരമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിന് ഇപ്പോൾ പുലർത്തിപ്പോരുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ മാനദണ്ഡങ്ങൾ മാറ്റിയാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടൂ എന്ന് പറയുന്ന വാദഗതികളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ സർക്കാരിനെ പോലെ തന്നെയാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന സർക്കാരുകൾ കുറച്ച് വർഷങ്ങളായി എയ്ഡഡ് സ്കൂളുകളോട് ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് സ്കൂളുകൾ തകർച്ചയിലേക്ക് കൂപ്പിക്കുന്നത്. ഒരു വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂളുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കുറച്ചു കാലങ്ങളായി സർക്കാർ സ്കൂളുകൾക്ക് രണ്ടാമതായ മക്കളെ പോലെ എയ്ഡഡ് സ്കൂളുകളെ കുട്ടികൾക്കോ അവിടേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ, അതായത് നിയമപരമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതായപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ വളരെ കുറവ് വന്നിട്ടുണ്ട്. അത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇപ്പൊ മലബാറത്തെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടായപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധപ്പെട്ടത്. കേരളത്തിലെ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരിക്കലും സ്കൂൾ പൂട്ടുന്നതിനോട് യോജിക്കുന്നില്ല. അതിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. KER ആക്ട് 76 പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ട് മെയ് 31 മുമ്പ് ഒരു വർഷം പൂർത്തിയാക്കുന്ന രൂപത്തിൽ ഡയറക്ടർ അപ്ലൈ ചെയ്തതാണ്. അത് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ KER വളരെ വ്യക്തമായി തന്നെ ആക്ടിലും റൂളിലും പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഈ മലപ്പറമ്പ് സ്കൂളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അടക്കം പോയി വന്ന് പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ വിധി വന്നിട്ടുള്ളത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടണം, സംരക്ഷിക്കപ്പെടണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് പുതിയ സർക്കാർ ഒരിക്കൽ കൂടി പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു 2 വർഷം എടുത്തു നോക്കിയാൽ നമുക്കറിയാം കുട്ടികൾ വളരെ വളരെ കുറയാനുള്ള കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തൊട്ടടുത്ത് തന്നെ വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂളുകളും മറ്റും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ അവിടെ ചർച്ച നടന്നപ്പോൾ ബഹുമാനപ്പെട്ട പൊതുപ്രവർത്തകര നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പേരക്കുട്ടികളെ പോലും അവിടെ ചേർക്കാൻ ഞങ്ങളുടെ മക്കൾ സമ്മതിക്കുന്നില്ല. അപ്പൊ സ്കൂളിൽ കുട്ടികളില്ലാതെ സർക്കാരിന്റെ ഖജനാവ് വെറുതെ പോകുന്നതിനപ്പുറം അവിടേക്ക് വേണ്ട കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്കും എല്ലാവരും ടെലിഫോൺ ലൈനിൽ ചെറിയ തകരാറുണ്ട്. താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മലാപ്പറമ്പ് AUP സ്കൂൾ മാനേജർ CK പത്മരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CK പത്മരാജൻ, സ്കൂൾ സംരക്ഷണ സമിതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങളിൽ ന്യായമില്ല എന്നാണ് സ്കൂൾ സംരക്ഷണ സമിതി പറയുന്നത്. പ്രതികരണം? ന്യായമില്ല എന്ന്
സംരക്ഷണ സമിതിക്ക് പറയാൻ ഒരർഹതയും ഇല്ല. 962 അപ്ഗ്രേഡ് ചെയ്ത ആ സ്കൂൾ 7.5 സെന്റ് സ്ഥലത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായിരുന്നു. ഞാൻ 96 വാങ്ങിച്ചതിന് ശേഷം 27 സെന്റ് സ്ഥലവും കൂടെ എക്സ്ട്രാ വാങ്ങിച്ച് നിരന്തരം തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട് സ്കൂളിന് അതുവരെ ഉണ്ടായിരുന്ന ടെമ്പററി റെക്കഗ്നേഷൻ മാറ്റിയെടുത്തു, പെർമനന്റ് റെക്കഗ്നേഷൻ ആക്കിയെടുത്തു. 27 സെന്റ് എക്സ്ട്രാ കൂട്ടി 35 സെന്റ് സ്ഥലം ആ സ്കൂളിന്റെ കൂടെ ആവുന്നത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ വെറും 7.5 സെന്റ് സ്ഥലം മാത്രമുള്ള ഒരു സ്കൂളാണ് അത്. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വൈഡനിങ്ങിന് ഇപ്പോൾ 3 ക്ലാസ് റൂം, ഇപ്പോഴും പ്രവർത്തിക്കുന്ന 3 ക്ലാസും റൂമും, മുമ്പ് അവിടെ അപ്സ്റ്റെയറിലൊരു 3 ക്ലാസ് റൂം, 6 ക്ലാസ് റൂം മൊത്തം പൊളിച്ചു പോകുന്ന ഒരു സ്കൂളായിരുന്നു അത്. ഞാനിതൊക്കെ ചെയ്തിട്ടും അവിടെ കുട്ടികൾ വർദ്ധിക്കാത്ത ഒരവസരത്തിലാണ് ഈ മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വൈഡനിങ്ങിൽ സ്കൂളിൽ പോകുന്ന ഒരു സംഭവം വരുന്നത്. അതുകൊണ്ടാണ് എഴുതി കൊടുത്തത്. ഈ നാട്ടുകാരെ ആരെയും അവിടെ കണ്ടിട്ടില്ല. നാട്ടുകാർക്ക് ആർക്കും അതിനോടൊരു താല്പര്യവുമില്ല. സ്കൂളിൽ കുട്ടികൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സഹകരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ നാട്ടുകാർക്ക് അങ്ങനെ ഒരു സ്കൂൾ, അവിടെ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചേർക്കുന്നത്. ഇവിടെ താല്പര്യമുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുമല്ലോ. അഥവാ ആരെങ്കിലും മലയാളം മീഡിയത്തിൽ ചേർക്കുന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്തുള്ള ക്രിസ്തുരാജാവ് സ്കൂളിൽ ചേർക്കും. അതാണ് അവിടുത്തെ സ്ഥിതി. ശ്രീ പത്മരാജൻ, ഈ സ്കൂൾ സംരക്ഷണ സമിതി പറയുന്നത് സർക്കാർ ഏറ്റെടുക്കണം സ്കൂൾ എന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമിയുടെയും സ്കൂളിന്റെയും തുക തന്നുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യമാണ് അവർ പറയുന്നത്. അതിനെത്രത്തോളം താങ്കൾ സന്നദ്ധനാണ്? സർക്കാരിന്റെ അധീനതയിലാണല്ലോ ഈ കാരപ്പറമ്പ് GLP സ്കൂൾ. കോർപ്പറേഷൻ്റെതാണ് സ്ഥലം, ഗവൺമെന്റിൻ്റെതാണ്. ഗവൺമെന്റ് GLP സ്കൂളാണ്. 1.5 ഏക്കർ സ്ഥലം കോർപ്പറേഷന് കിട്ടാൻ വേണ്ടി കോർപ്പറേഷൻ 20 വർഷമായിട്ട് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഫിറ്റ്നസ് വാങ്ങിച്ചു കൊടുക്കാതെ ഇപ്പോൾ അൺഫിറ്റ് പേരും പറഞ്ഞ് അൺഫിറ്റ് കോർപ്പറേഷനുള്ള എഞ്ചിനീയറിംഗ് വിങ്ങിൽ നിന്ന് എഴുതി വാങ്ങിച്ച് സ്കൂൾ നിർത്താൻ പോവുകയാണ്. ഇങ്ങനെ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്, സർക്കാരും കോർപ്പറേഷനും. എനിക്ക് ഇങ്ങനെ ഈ ഒരു സമ്പ്രദായത്തോട് യോജിക്കില്ല, ഞാൻ അതിനെ സമ്മതിക്കുകയില്ല. വ്യക്തമാണ്. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. 2 കാര്യങ്ങൾ കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ജയദീപിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ജയദീപ്, നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് സ്കൂൾ മാനേജർ പറയുന്നത്. താങ്കൾ കേട്ടു കാണും. സ്കൂളിൽ കുട്ടികൾ വർദ്ധിക്കുന്നതിനാവശ്യമായ യാതൊരു തരത്തിലുള്ള സഹകരണവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും സ്കൂൾ മാനേജർ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം താങ്കൾ തന്നെ കേട്ടു കാണും. ഈ മാനേജർ പറയുന്നത് യാതൊരു തരത്തിലും, അതായത് കളവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ, ഞാനെന്താ വെച്ചാൽ 10-15 കൊല്ലത്തോളമായി ഇതിൻ്റെ സംരക്ഷണ സമിതി എന്ന നിലയിൽ, സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് എന്ന നിലയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇതിൽ ആവശ്യമായിട്ടുള്ള, അതായത് അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നാട്ടുകാർ തന്നെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത്, ഈ മാനേജറൊന്നുമല്ല. അവിടെ അക്കാഡമിക് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അധ്യാപനം വരെ നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സ്കൂൾ, അതായത് കുട്ടികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജർ ഒരു ചില്ലി കാശ് പോലും തരാറില്ല. ഇതൊക്കെ എത്രയോ കൊല്ലമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പബ്ലിക് ഫണ്ട് ഇൻ ദ സെൻസ് നമ്മൾ പിരിച്ചെടുത്തിട്ടുള്ള പൈസയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും എന്തൊക്കെയാണ് അവിടെ സൗകര്യങ്ങൾ ഉള്ളത് എങ്കിൽ അതൊക്കെ തന്നെ നാട്ടുകാർ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. അവിടെ കുട്ടികൾ വരാത്തതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ മാനേജർ അഡ്മിഷൻ്റെ സമയത്ത് വീടുകളിൽ അല്ലെങ്കിൽ ആ പാരൻസിനെ പോയി കണ്ട് അവിടെ സ്കൂൾ ഇപ്പം പൂട്ടാൻ പോവുകയാണ്, പൂട്ടാൻ പോകുന്നത്. അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ എത്ര കാലമായി നിങ്ങൾ ഈ അഭ്യർത്ഥന പാരൻസിനോട് നടത്താൻ തുടങ്ങിയിട്ട്? എത്രയോ കൊല്ലമായി ഈ ഏർപ്പാട്? അതിന്റെ മറുപടി ശ്രീ പത്മരാജനിൽ നിന്നും തേടേണ്ടതുണ്ട്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
ഡീപ് ഫോക്കസിൽ ചർച്ച തുടരുന്നു. ശ്രീ നാസർ എടരിക്കോട്, ഇന്ന് കോടതി ഉത്തരവ് വരുന്നതിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ വായിച്ചു കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസം കച്ചവടമല്ല. 10 കുട്ടികളാണ് ആ സ്കൂളിൽ ചേരുന്നത് എങ്കിൽ പോലും ആ 10 കുട്ടികൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെയാണ് സ്വത്ത് അല്ലെങ്കിൽ ആദായം എന്ന രീതിയിൽ കാണേണ്ടത്. അങ്ങനെ മാനേജർമാർ ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. എയ്ഡഡ് സ്കൂളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ മേഖല ഒന്നും കൂടി സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസവുമുണ്ട്. കാരണം ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അധ്യാപകരെ ആശങ്കയിലാണ്. അതുപോലെ തന്നെ സ്കൂൾ പൂട്ടേണ്ടത് നടത്തിക്കൊണ്ടു പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊക്കെ പ്രധാന കാരണം എയ്ഡഡ് സ്കൂളുകളോട് വിവേചനപരമായി പല ഭാഗത്തും നടക്കുന്നത് കൊണ്ടാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, വിദ്യാഭ്യാസം പ്രാപ്യമാകുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ സ്ഥലവും കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ഏജൻസി മാത്രമാണ് എയ്ഡഡ് സ്കൂളുകൾ. അവർക്ക് സ്കൂളുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ മാനേജറുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കപ്പെടുകയും വേണം. എന്നാൽ സർക്കാരോ MLAയോ MP യോ ഒന്നും തന്നെ നയാ പൈസ കൊടുക്കാതിരിക്കും. ഇപ്പോൾ മലാപ്പറമ്പ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സാമ്പിൾ വന്നതാണ്. അത് പൂട്ടുന്നതിനോട് മാനേജ്മെൻറ്റ് അസോസിയേഷന് യാതൊരു കാരണവശാലും യോജിപ്പില്ല. അത് തുറന്നു പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വീഴ്ചകളുണ്ടെങ്കിൽ പരിഹരിച്ച് കൂട്ടായ ചർച്ചയിലൂടെ, ഇപ്പോൾ നമുക്കറിയാം വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷമായി എടുത്തു നോക്കിയാൽ കൂട്ടായ്മയോട് കൂടി പല സ്കൂളുകളിലും മെച്ചപ്പെടുകയും റിസൾട്ട് മെച്ചപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രൂപത്തിൽ അധ്യയനം മെച്ചപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ അവിടെ കുട്ടികൾ കുറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടരിക്കോട് നിന്നാണ്. അവിടെ വന്ന് നമുക്കറിയാം ഒരു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ മാത്രം 2300 കുട്ടികൾ ഈ വർഷം അഡ്മിറ്റ് ചെയ്തു, 8ാം ക്ലാസ്സിൽ മാത്രം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല തരിപ്പണമായിട്ടൊന്നുമില്ല. പക്ഷേ ചെറിയ പ്രൈമറി സ്കൂളുകൾ, LP സ്കൂളുകളും UP സ്കൂളുകളും നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം വന്നെന്താ, റാമ്പില്ലാത്ത സ്കൂളുകൾ. സമയപരിമിതി മൂലമാണ് ഇടപെടേണ്ടി വരുന്നത്. ചെറിയൊരു ചോദ്യം കൂടി അവസാനമായി താങ്കളോട്. ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് സംരക്ഷണ സമിതിയും നാട്ടുകാരും പറയുന്നത്. അത് എത്രത്തോളം എളുപ്പത്തിൽ സാധ്യമാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം? അതൊരിക്കലും പ്രായോഗികമല്ല. ഒരു എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് സ്കൂളുകൾ നടത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെ സർക്കാർ അത് അതിക്രമിച്ച് കയറുന്ന നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ നിയമപരമായി പറയുന്ന വളരെ വ്യക്തമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതി ഒപ്പിട്ട KE ആക്ടിൽ പറയുന്ന എന്താ, 7(6) വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് തടസ്സമോ പ്രയാസമോ നേരിടുന്നുണ്ടെങ്കിൽ 1 വർഷം കൊടുത്തിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് 1 വർഷം കൊടുത്തിട്ട് മെയ് 31-നകം നോട്ടീസ് കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്, അല്ലാതെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെന്നല്ല ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. അത് നിയമപരമായി ചെയ്തപ്പോൾ അതിന് തടുക്കേണ്ടത് പറയേണ്ട സമയത്തും ഡയറക്ടറും അത് ബന്ധപ്പെട്ട ആളുകളും ക്ഷമിക്കണം ശ്രീ നാസർ എടരിക്കോട്. അഡ്വക്കേറ്റ് ജയദേവ്, സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെയധികം നന്ദി ശ്രീ നാസർ എടരിക്കോട്. ഒപ്പം ജയദീപ്, ശ്രീ C പത്മരാജൻ, പ്രദീപ് കുമാർ MLA. ഡീപ് ഫോക്കസിൽ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.